ഒരുപാട് പണമുണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ ആ പണത്തിനാവില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. പണത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്ക് തന്നെയാണ്. ഒരാൾ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ വീണ്ടും വീണ്ടും തേടി വരുന്നുണ്ടെങ്കിൽ, ഒരാൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അയാളേക്കാൾ മനോഹരമായി ആർക്കും നിങ്ങളെ സ്നേഹിക്കാനാവില്ല. നമ്മളൊരു ജന്മം മുഴുവൻ നന്മ ചെയ്താലും അറിയാതെ ചെയ്ത ഒരു പിഴവിൻ്റെ പേരിൽ നമ്മെ വിധിക്കുന്നവരാണ് ഭൂരിഭാഗവും. നമ്മളെ ഒറ്റപ്പെടുത്താൻ അത് മതി. ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. ടെൻഷൻ ഒരിക്കലും നമ്മുടെ നാളത്തെ പ്രശ്നങ്ങളെ തീർക്കില്ല, മറിച്ച് അത് നമ്മുടെ മനസ്സമാധാനം നശിപ്പിക്കുകയേ ഉള്ളൂ. മറ്റൊരാളുടെ കണ്ണ് നിറച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസ്സേ കാണുകയുള്ളൂ. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങിനായി കൊതിക്കാറുണ്ട് പലപ്പോഴും. ഒരു അർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിന് ആരുമില്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം. ഒരുപക്ഷെ അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കരുത് എന്ന് മാത്രം. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ചിലർ ആലിപ്പഴങ്ങൾ പോലെയാണ്. കൈവെള്ളയിൽ വീണ് കൊതിപ്പിക്കും. കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് തോന്നുമ്പോൾ അലിഞ്ഞു തീരുകയും ചെയ്യും. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെക്കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവർ ആണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റി വയ്ക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നത്തേക്ക് രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. നിങ്ങൾക്കുണ്ടായ ഒരു ദുഃഖത്തിൽ തന്നെ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നത് തുടരും. നിങ്ങൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. എന്താകും എന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു എന്ന് വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും. ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട്. അതാണ് നല്ല ബന്ധങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ചേർത്ത് നിർത്തുക. അതാണ് യഥാർത്ഥ സമ്പാദ്യം. പരസ്പരം വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്.